നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഫാദർ ബിഷപ്പ് മറുകണ്ഠൻ ചാടിയെന്ന് ഞാൻ നേരത്തെ ഒരു വാർത്ത കേട്ടിരുന്നു. അത് സംഭവമൊക്കെ ശരിയാണ്. ഇന്നലെ വരെ കിച്ചുവിനെ തള്ളിപ്പറഞ്ഞ ആളെ, കിച്ചുവിന് സപ്പോർട്ടില്ലാതിരുന്ന ആൾ ഇന്നു മുതൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം തോന്നുന്നു. ഞാൻ ഫാദറിനെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയില്ല. ഫാദർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കണം. ബിഷപ്പിനെ ഈ കിച്ചുവും ഇവൻ്റെ തള്ള രേണുവും ഒക്കെ കളിയാക്കിയാണ്. അപ്പോൾ ബിഷപ്പ് ഓർക്കുന്നുണ്ടല്ലോ. ഇത്ര വേഗം മറുകണ്ഠൻ ചാടി എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഒരു ചേച്ചിക്ക് ഭയങ്കര സൂക്കറാണ്. കടി കൂടിയിട്ട് ചേച്ചിക്ക് ഒരു നിക്കപ്പുറത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു ഫാദറെ കളിയാക്കണം. അപ്പോൾ ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ കളി ചിരി ഒരു കഥാപ്രസംഗ രൂപത്തിലൊക്കെ ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇവർക്ക് കൃമികടിയാണെന്ന് തോന്നുന്നു. ചേച്ചി നിങ്ങൾക്ക് സുഖമില്ല, വല്ല കൃമികടിയായിട്ട് അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഇത് ഏതൊരു ഫാദറും ചിലപ്പോൾ ചില ഫാദർ ചിലപ്പോൾ ചെയ്യും, തെറ്റ് ചെയ്യാത്ത ഫാദർമാരോ അല്ല ആരോ ബിഷപ്പുമാരോ ഒന്നുമില്ല. ഇപ്പം അവനെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സപ്പോർട്ട് നിന്നില്ലാത്ത ഒരു കംപ്ലൈൻറ്റിലാണ് നിങ്ങളിപ്പം ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സൂക്കേട് കുത്തിക്കിഴപ്പ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇവരുടെ വീഡിയോ ഒന്ന് കാണാം. രേണുവിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മുടെ ഫാദർ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വന്നേ. ഫാദറിനെ ആ ഒരു ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ഇട്ടതിന് ശേഷം നാട്ടുകാരും വീട്ടുകാരും എല്ലാം എടുത്തിട്ട് അങ്ങ് അറഞ്ചം മലക്കി എല്ലാവരും നെഗറ്റീവേ പറയുന്നുള്ളൂ. ഒരു മനുഷ്യർ പോലും നമ്മുടെ ഫാദറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പാവം ഫാദർ എന്ത് ചെയ്യാനാ? ഫാദർ അപ്പൊ വിചാരിച്ചു, ഓഹോ, കഴിഞ്ഞ വീഡിയോയിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല. അയ്യോ, ഞാനൊരു വിശപ്പല്ലേ, ഞാനൊരു നമ്മുടെ രേണുവിന്റെ കൂട്ടുകാരി പറയാനൊക്കെ വിശപ്പാമ്പല്ലേ, അപ്പൊ അതുകൊണ്ട് വിശപ്പാമ്പായിട്ട് ഞാൻ നമ്മുടെ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അബദ്ധമായി പോയോ, ഒരു വീഡിയോ കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വേറൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ കിച്ചുവിലല്ല രാംദാസ്, അങ്ങനല്ലേ, രാംദാസ് എന്നല്ലേ പേര്, അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഈ ഒരു അങ്ങ് മറന്നുപോയി. അപ്പം കിച്ചുവിന്റെ പേരിൽ ഇട്ട വീഡിയോസ് എല്ലാം ഞാനൊരു തെറ്റായ ചിന്തയോട് കൂടി ഇട്ട വീഡിയോസ് അല്ല, അവന്റെ നന്മയ്ക്ക് വേണ്ടി ഇട്ടതാണ്. പിന്നെ ഞാൻ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചപ്പോ രേണുവിന്റെ വീട്ടുകാരും നാട്ടുകാരും പിന്നെ പോലീസും കൂടെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കിച്ചു വളരെ മോശമാണ്, കിച്ചുവിന് ഭയങ്കര വലിയൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫാദറിന് കിച്ചുവിന്റെ പേരിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഭയങ്കര വലിയൊരു കേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കിച്ചുവിനെതിരായിട്ട് സംസാരിക്കേണ്ടി വന്നത്. ഞാൻ ആ ഭയങ്കര കേസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങളോട് തുറന്നു പറയാൻ നിങ്ങളും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കിച്ചുവിനെ വെറുക്കും. ഞാൻ വെറുത്തത് പോലെ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യില്ല കിച്ചുവിനെ, കാരണം അത്ര വലിയ തെറ്റാണ് കിച്ചു ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആ കിച്ചു ചെയ്ത വലിയ തെറ്റ് ഫാദർ അങ്ങോട്ട് പറയുന്നത് കേട്ടപ്പോഴല്ലേ നമ്മളൊക്കെ വിചാരിച്ച, അയ്യോ ഇതായിരുന്നോ കാര്യം. രണ്ടു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്തെ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അതിന്റെ പ്രധാന കാര്യം രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങെന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു, അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് അവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് അവരുടെ ബൈക്ക് പിടിച്ചോണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന് കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ തന്നെയാണ് സംഭവം. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ജാതി പറയുകയാണെങ്കിലും മതം പറയുകയാണെന്നുള്ള പറയില്ലേ. നിങ്ങളുടെ അമ്പലത്തിലെ ഒരു പൂജാരിയോ അല്ല ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഉസ്താദൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മുസ്ലിങ്ങളെ കൂടി അറിയാനായിട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഇവിടെ വരെ ചാനലുകളിൽ അധികവും മുസ്ലിംസും ഹിന്ദുക്കളുമാണ്. ക്രിസ്ത്യൻസിൻ്റെ ഈ യൂട്യൂബ് ചാനൽ കുറവാണ്. എന്നെപ്പോലുള്ള 1-2 ആളുകളൊക്കെ ഉള്ളൂ. അപ്പം ഇത് പറയാൻ വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ജാതിനെയും ഒരു മതത്തെ ആക്ഷേപിക്കില്ല. ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും ഈ ഇങ്ങനെ പൂജാരിമാരാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പറയും, ഇല്ല, നിങ്ങൾ പറയും അത് പൂജാരി പറയുന്നത് ശരിയല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ മാത്രമേ, അല്ല ബിഷപ്പ് പറഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, അത് 2 ഭാഗവും നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൂജാരി പറയുന്നത് കാര്യമാണ്, അതല്ലെങ്കിൽ മറ്റേ എന്താ
ഉസ്താദ് പറയുന്നത് കാര്യമാണ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് പറയുള്ളൂ. അത് ഇത്രയും പ്രശ്നങ്ങൾ ആക്കുകയല്ല നിങ്ങൾ, മനസ്സിലായല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഇപ്പോൾ ബിഷപ്പാണ്, അച്ഛന്മാരാണ്, ഇനിയിപ്പോൾ എന്ത് ചവിട്ടി ചാത്തി ആയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ യൂട്യൂബേഴ്സ്. ഞാൻ യൂട്യൂബർ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഈ ചേച്ചി അടുത്ത വീഡിയോ വേറൊന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പള്ളിയിൽ അച്ഛൻ അല്ലെ ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞ പവിത്രം നിറഞ്ഞൊരു കുപ്പായമാണ്, അങ്ങനെയൊക്കെയാണ് കരുതി. ഇതെന്തൊരു ബിഷപ്പാണെന്നുള്ള രീതിയിൽ ഒരു കളിയാക്കലാണ്. കൈയായിട്ട് ഹോസ്റ്റി കാണിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ വയറിളക്കത്തിൻ്റെ അസുഖം അല്ലെ കൃമികടി എന്തെങ്കിലും ഉണ്ടോ? ഇത് എത്ര വട്ടം ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ട്? അല്ല, അച്ഛൻ കൊലപാതക കുറ്റത്തിനോ ഒന്നും രേണുസുധയുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ കിച്ചുവിനോ അതിലൊന്നും പ്രേരിപ്പിച്ചിട്ടില്ലല്ലോ. പറ്റി, അതായത് ആ ഒരു കുപ്പായത്തിന് ഒരു സവിശേഷതയുണ്ട്. അതൊരു പവിത്രമായ ഡ്രസ്സാണ്. അങ്ങനെ കയ്യിൽ പിടിച്ചേക്കുന്ന കുരിശ്, അതും ഒരു പവിത്രമായ കാര്യമാണ്. ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് ഒരു പയ്യനെ, അതായത് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, തെറ്റ് ചെയ്തു, മനുഷ്യരല്ലേ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ? അപ്പൊ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ നേർവഴി നയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലേ ഈ ഡ്രസ്സും ഇങ്ങനെ കുരിശൊക്കെ പിടിച്ചിട്ട് ഫാദർ ആണെന്ന് പറഞ്ഞിട്ട് ഫാദർ ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നത് അത് തന്നെയാണ്. എന്താണ്? തെറ്റുകൾ ചെയ്യുന്ന കുഞ്ഞാടുകളെ നേർവഴിക്ക് നയിക്കുക. പക്ഷെ നമ്മളെ വഴി ഫാദർ ചെയ്തത് എന്താ? തെറ്റുകൾ ചെയ്ത കുഞ്ഞാടിനെ കുറെ കൂടെ ജീവിതം അങ്ങോട്ട് കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാവരുടെയും കൂടെ പറഞ്ഞു, ഞാൻ എന്തായാലും തെറ്റ് ചെയ്ത അവനെ തെറ്റിലേക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ വീഡിയോ. അപ്പൊ അവര് പറയുന്ന ചില അവർക്ക് അന്നത്തെ അച്ഛന്മാരോടൊക്കെ സ്നേഹമായിരുന്നു. ഇവര് പഠിച്ച സ്കൂളിലെ അച്ഛന്മാർക്ക് ഇവരോട് സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു, നല്ലോണം സംസാരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. അതുപോലൊന്നും ഈ അച്ഛൻ ചെയ്യുന്നില്ല എന്നൊക്കെ ഒരു കംപ്ലൈൻറ്റാണ് പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ സുഖക്കേടിനുള്ള മരുന്ന് അതിന് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എന്തൊക്കെ ഗോഷ്ഠിയാണ് നിങ്ങൾ കളിക്കുന്നത്? നിങ്ങൾ വലിയ പഞ്ചാമൃതം പോലെ എന്തോ വലിയ കഥാപ്രസംഗത്തിൻ്റെ ക്യാസറ്റ് അല്ലെങ്കിൽ ഈ നാടകത്തിൻ്റെ ക്യാസറ്റോ സിനിമയുടെ ക്യാസറ്റ് കൊണ്ടിരുന്ന പോലെ വരിക, എന്നിട്ട് എന്ന രീതിയിലാണ് നിങ്ങളിത് അവതരിപ്പിക്കുന്നത്. ഇത് സർവ്വസാധാരണമാണ് ഇതൊക്കെ നടക്കുന്നത്. അല്ല, അച്ഛൻ ആരെയും കൊലപാതകത്തിനോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള കഞ്ചാവ് കടത്താനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഭവനഭേദനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അച്ഛൻ പ്രേരിപ്പിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ തള്ളിപ്പറയാൻ വോയിസ് ഉണ്ട്, മനസ്സിലായല്ലോ. ഇതിപ്പോൾ നിങ്ങളുടെ ആളുകൾ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുമോ? ഇല്ല. അതപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അധികം നകളിക്കരുത്, പാകത്തിനുള്ള നകളിച്ചാൽ മതി. പിന്നെ നിങ്ങൾ കൈ ഇങ്ങനെ തിരുമ്മി കാട്ടുന്നു, ഇങ്ങനെ കാട്ടുന്നു, ആക്ഷൻ കാട്ടുന്നു. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം എവിടെയെങ്കിലും വല്ല ഞരമ്പോ പൊട്ടുവോ വിലങ്ങോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്വീപ്പാ, പിന്നെ അങ്ങനെ തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ജാതി പറഞ്ഞു, മതം പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ആരും എൻ്റെ പുറത്തോട്ട് കമൻറ്റ് ഇടാനോ ഉരുണ്ട് കയറാനോ ഒന്നും വരണ, തോളെ കയറാനോ വരണ്ട. കാരണം ഇതിങ്ങനെ കേട്ടപ്പോൾ കണ്ടപ്പം ഇതൊരു മനുഷ്യൻ ഇങ്ങനെ കളിയാക്കുക, ഒരു വിഷപ്പാന്നുള്ള ഒരു ബഹുമാനമില്ലാതെ. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ അച്ഛൻ പ്രവർത്തിക്കുകയാണെന്നുണ്ടാവും. ഓക്കെ, എന്നാൽ നമുക്ക് അതിൻ്റെ ഒരു വോയിസ് പറയാനൊരു ഇതുണ്ട്. ഈ നിസ്സാര പ്രശ്നത്തിൽ ഈ കിച്ചു നിങ്ങളുടെ വല്യമ്മേൻ്റെ മോനോ അല്ല ഈ രേണുസു നിങ്ങളുടെ ചെറിയച്ഛൻ്റെ മോനോ ഒന്നുമല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ കടന്നിങ്ങനെ നകളിക്കുന്നതിൻ്റെ കാര്യം എന്താ? ആണുങ്ങളുടെ വീഡിയോ പിന്നെ സഹിക്കും. നിങ്ങൾ പെണ്ണുങ്ങൾക്കാണ് ലേശം സൂക്കേട് കൂടുതൽ. അത് നിങ്ങളെപ്പോലുള്ള ചില ആളുകളൊക്കെ വന്നിട്ട് ഈ നിങ്ങളെ വല്ല കഥകളി മത്സരത്തിനും പോയിട്ടുണ്ടോ? അതുപോലുള്ള പരിപാടികളൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്. പാകത്തിനുള്ള ഒരു അഹങ്കരിച്ചാൽ മതി, ഓവറാകരുത്. പിന്നെ ഈ തടിയൊക്കെ ഈ കൈയും കാലൊക്കെ ഇട്ട് നീർത്തുമ്പോഴും വിരലൊടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും ഞരമ്പ് കുടുങ്ങി വിലങ്ങി പോയി കഴിഞ്ഞു ചത്ത പണിയായി കഴിഞ്ഞാൽ പണിയായത്. മനസ്സിലായില്ലേ? അയ്യോ, ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് വെച്ചാൽ എന്ത് പോക്കരുതിലും എപ്പോഴും വിളിച്ചു പറയരുത്. ഒരു മര്യാദയുണ്ട് സംസാരിക്കുന്നതിനൊക്കെ, മനസ്സിലായല്ലോ. അത് നിങ്ങളുടെ മാത്രമല്ല, പൊതുവെ എല്ലാ യൂട്യൂബർമാരുടെ യൂട്യൂബ് ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോൾ ലോകത്തിലൊന്നും ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പിന്നെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവൻ ഒരു തെറ്റ് ചെയ്തത് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 3-4 ഒരുപാട് തെറ്റുകളുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ, അതിപ്പോൾ അച്ഛൻ സോൾവ് ആക്കി പ്രശ്നങ്ങൾ. അച്ഛൻ തന്നെ പിന്നെ അത് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കിച്ചനോടൊന്നൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എടുത്തിടാത്ത. വേറെ കാര്യങ്ങളെന്ന് പറയട്ടെ, നിങ്ങൾക്ക് വേറെ വോയിസ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ അച്ഛൻ ഈ കുറ്റം പറയുന്നതിന് ഈ ഒരു അച്ഛന് കിച്ചു ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് പിടിച്ച വെള്ളം അടിച്ചിട്ട് മദ്യപിച്ച് വണ്ടി ഓടിച്ച് പിടിച്ചതിൻ്റെ മാത്രമേ നിങ്ങൾ എടുത്തിരുന്നുള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾ എടുത്തിരുന്നില്ല. മനസ്സിലായില്ലേ?
അതുപോലെ തൃശ്ശൂരിൽ നിന്നൊരു സ്ത്രീ സംസാരിച്ച കാര്യം ഞാൻ നേരത്തെ മറ്റേ ഇതിൻ്റെ മുമ്പിലത്തെ വീഡിയോ പറഞ്ഞതാണ്. അപ്പം അവരോട് പറയാൻ പറ്റാത്ത ചില ഭാഗങ്ങളൊക്കെ അച്ഛൻ പറയാത്തുണ്ട്. അപ്പോൾ അച്ഛൻ ഇനിയിപ്പോൾ ഫുള്ളായിട്ട് തെളിയിക്കണമെന്നാണ് പറയുന്നത്. അച്ഛൻ തെളിയിച്ചു കഴിഞ്ഞാൽ പറയും, അച്ഛൻ പറയാനുള്ള വേണേൽ അച്ഛൻ പറയും. പക്ഷേ നിങ്ങൾക്ക് വോയിസ് പറ്റൂല, തെളിവ് വേണം, രേഖ വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ വേണമെന്നുണ്ടെങ്കിൽ ഈ കിച്ചുവിൻ്റെ കേസ് കിടക്കുന്ന എവിടെയെങ്കിലും തൃക്കുളത്താനം പോലീസ് സ്റ്റേഷനിലോ അതുപോലുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ബന്ധപ്പെടുക. എന്നിട്ട് ചോദിച്ചറിയുക എന്തൊക്കെയാണുള്ള പ്രശ്നം എന്നുള്ളത്. എന്നിട്ട് ന്യായീകരിക്കുക. മനസ്സിലായില്ലേ? അധികം ഞെളിയാൻ നിൽക്കരുത്. ഓക്കെ, ശരി.